ആ ഷേരു ഇങ്ങ് വന്നിരുന്നെങ്കിൽ എനിക്ക് ഈ പണി വല്ലതും ചെയ്യണോ? അല്ലേലും ആവശ്യം വന്നാൽ ഒരുത്തനെയും കാണില്ല. ഒപ്പിച്ചെടുത്ത് ഇനി ഇത് തൂക്കിയിടണം. ഈ സൂത്രൻ നിന്ന് എവിടെ പോയി? ആ ദാ നിക്കുന്നു. സൂത്രോ, താൻ വന്നോ? ഇവിടെ ഒരു ഉഗ്രൻ സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്. ഉണക്കവള്ളിയിൽ തൂക്കിയ ഉരുളൻ കല്ലുകൾ. അയ്യോ, അതെ, അവിടെ ഒളിച്ചിരുന്ന് വള്ളിക്ക് തീ കൊടുക്കും. എന്നിട്ട് വള്ളി കത്തിയാൽ കല്ല് ഡും 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 മാന്റെ തലേ വീഴുവടോ. എനിക്ക് വയ്യ. ഓ, എന്താ ബുദ്ധി! വള്ളിക്ക് ശകലം നീളം കുറവാണല്ലോടോ. താൻ പോയി ഒരു ഉണക്ക വള്ളി കൊണ്ടുവാ. ചെല്ല്. ഉണക്കവള്ളിയോ? ഓക്കെ. വയ്യ. ആ, ഒരെണ്ണം കിട്ടി. ഷോ, ഇത് പച്ചയാ. ലോകത്തിൽ ഉണക്കവള്ളിയൊക്കെ എവിടെ പോയി? ഒരെണ്ണം. ഓ, ഒരെണ്ണം ഒപ്പിച്ചെടുത്തു. ഇതിപ്പോ എങ്ങനെയാ? കടിച്ചങ്ങ് മുറിക്കാം. അല്ല പിന്നെ താൻ ഇത്ര പെട്ടെന്ന് തീയും കൊടുത്തോ? പ്രഭു, നമ്മുടെ കായിക താരങ്ങളെല്ലാം വളരെ പിന്നില. നമ്മുടെ രാജ്യത്തെ ഓട്ടക്കാർ ഇതുവരെ ഒരൊറ്റ സ്വർണം നേടിയിട്ടില്ല. എല്ലാ മത്സരത്തിലും നമ്മുടെ ഓട്ടക്കാർ ഏറ്റവും പിന്നില. നാണക്കേട്. ശാസ്ത്രമനുസരിച്ച് പിന്നിലോടുന്നതാ ഏറ്റവും സുരക്ഷിതം. അതെന്താ? സേഫ്റ്റി പിൻ എന്ന് കേട്ടിട്ടില്ലേ? പിന്നിലാണ് സേഫ്റ്റി എന്നർത്ഥം. താനിനി മിണ്ടരുത്.
ശാസ്ത്രമനുസരിച്ച് താൻ മിണ്ടണ്ട. താനിനി മിണ്ടിപ്പോവരുത്. ആരെവിടെ? നമ്മുടെ രാജ്യത്ത് ഏറ്റവും വേഗമുള്ളത് ആർക്കാണ്? അവരെയാ നമ്മൾ ഓട്ടക്കാരായി മത്സരത്തിന് അയക്കുന്നത്. അതല്ല, ഏറ്റവും വേഗമുള്ള മൃഗമേതാണ്? അത് മൃഗശാലയിലെ ചീറ്റപ്പുലിയാ. ആരെവിടെ? ഇനി മത്സരത്തിന് ചീറ്റപ്പുലിയെ ഓടിച്ച് പരിശീലിപ്പിക്കൂ. പക്ഷേ ഇത് മനുഷ്യർ പങ്കെടുക്കുന്ന മത്സരമാ. ചീറ്റപ്പുലിയെ ഓട്ടം പരിശീലിപ്പിക്കാനല്ല പറഞ്ഞത്. നമ്മുടെ ഓട്ടക്കാർ പരിശീലിക്കുമ്പോൾ പിന്നാലെ ചീറ്റപ്പുലിയെ ഓടിക്കാനാ പറഞ്ഞത്. ചില ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവുകയില്ല കേട്ടാ. ശിക്കാരി! ആരടാത്? ശിക്കാരി! ശിക്കാരി! ഒരു ഭീകരൻ! എവിടെ? അവിടെ ഗ്രാമത്തലവന്റെ മോനെ പിടിച്ചു. അയ്യോ! ആട്ടെ, ഭീകരന് കൊമ്പുണ്ടോ? ഇല്ല. വാലുണ്ടോ? ഇല്ല. പിന്നാര്? ശിക്കാരി, ഇത് മനുഷ്യനാ. മനുഷ്യനോ? എനിക്ക് നല്ല സുഖമില്ല, പനി. എന്നാലും വരാ. ആരും അടുക്കരുത്, ഇവന് ഞാൻ തട്ടിക്കളയും. ആ കുട്ടിയുടെ ഒരു അവസ്ഥ അറിഞ്ഞില്ലേ? അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചതിന് ഗ്രാമത്തലവനല്ലേ ഇവനെ അകത്താക്കിയത്. അതിന്റെ ദേഷ്യമായിരിക്കും. എവിടാ ഗ്രാമത്തലവൻ? അവനെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. ഗ്രാമത്തലവാ! കാണാനില്ലല്ലോ. ഗ്രാമത്തലവാ, ഇവിടെ ഭീകരൻ. വാ. ആരും അടുക്കരുത്. ശിക്കാരി, ദേ ഭീകരൻ. എടാ ഗ്രാമത്തലവാ, നീ എന്നെ അകത്താക്കും അല്ലേടാ? ആരും അടുക്കരുത്, ഇവനെ ഞാൻ തട്ടിക്കളയും. ശിക്കാരി, ഇതാണ് പറ്റിയ അവസരം. അവന് വെടിവെച്ച് വീഴ്ത്ത്. തോക്കോ? വേണ്ട. ശിക്കാരി, വെക്ക് വെടി. വേണ്ട ശിക്കാരി, വെക്ക്. വെക്കരുത്. അമ്മാണ് എങ്ങനെയോ വെടി പൊട്ടി. ശിക്കാരി, അയ്യോ, രക്ഷിക്കണേ, പാമ്പ്! രക്ഷിക്കണേ! അയ്യോ മോനെ, അയ്യോ, എന്നെ രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! അയ്യോ, പാമ്പ്! ശിക്കാരിക്ക് ജയ് ജയ് പാമ്പ് വീരൻ ശിക്കാരിക്ക് ജയ് ജയ്. ഞാനൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ശിക്കാരിക്ക് എന്ത് വലിയ മരോ! ഇവിടെ കിട്ടി. ഇനി ഈ വള്ളിയുടെ മറ്റേ അറ്റം ആ മരത്തിലും കെട്ടണം. ഓ, ഇവിടെയും കെട്ടി. ഓ,
ഇനി എലിക്കുട്ടന്മാരെ വിളിക്കാം. വന്നല്ലോ, എലിക്കുട്ടന്മാര് വന്നല്ലോ. ഞാൻ കരണ്ടൻ, ഞാൻ ചുരണ്ടൻ. പറയൂ വെട്ടൻ ചേട്ടാ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എടാ പിള്ളേരെ, ദേ ആ മരം ഒന്ന് മുറിച്ചു തരണം. അത്രേ ഉള്ളോ? ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങനെ കൊള്ളാം കൊള്ളാം, വിചാരിച്ച പോലെ തന്നെ നടന്നു. ഇനി രണ്ടാമത്തെ മരത്തിൽ വള്ളി അങ്ങ് മുറിച്ചാൽ ഈ മരം പിടിയും. എന്തിനാ ചേട്ടാ ഈ കുണ്ടാമണ്ടിയൊക്കെ ഒപ്പിക്കുന്നേ? എന്താ സംശയം? ആ അക്കൂനെയും ഇക്കൂനെയും പിടികൂടാൻ തന്നെ. അതെങ്ങനെ? അതെ, അവന്മാര് സ്ഥിരം വരുന്ന വഴിയാടാ ഇത്. വരുന്ന സമയം നോക്കി ഞാൻ ഈ വള്ളി അങ്ങ് മുറിക്കും. പിന്നെ പറയണോ പൂരം, ഈ മരം രണ്ടിന്റെയും തലയിൽ പിതിർന്നു വീഴും. എന്റെ അമ്മോ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ. എന്നാ ശരി, ഞങ്ങള് പോയേക്കാം. അപ്പൊ താങ്ക്സ് കേട്ടോ. താങ്ക്സ് മാത്രമേ ഉള്ളൂ. സമയം ഒരുപാടായല്ലോ. ആ കുത്തൻ ഇത് എവിടെ പോയി കിടക്കുക? പറഞ്ഞു നാവെടുത്തില്ല, കുത്തനിങ് എത്തിയല്ലോ. വേട്ടാ, അക്കൂനെയും മിക്കൂനെയും തട്ടാനേ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരി, അപ്പൊ നീ ഒപ്പിച്ചോ സൂത്രം? ഞാനിപ്പോ ഒരു ഉഗ്രൻ സൂത്രം ശരിയാക്കിയതേ ഉള്ളൂ. ദാ കണ്ടോ? കൊള്ളാമല്ലോ. എന്റെ സൂത്രം ഇതുപോലെ മരം വീഴ്ത്തുന്ന പരിപാടി തന്നെയാ. അതെന്താ ആ സൂത്രം? അവന്മാരുടെ തലയിൽ മരം വീഴ്ത്തും. അതിന് പറ്റിയ ഒരു പാർട്ടിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാര്? ഒരു മരം കൊത്തി. ആള് ജഗജില്ല. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഒരു മരങ്ങ് വീഴ്ത്തി കളയും. യവൻ കൊള്ളാമല്ലോ, അമ്പട വീരാ. പിള്ളേര് വരാറായി. ആ സമയം നോക്കി ഈ മരം വീഴ്ത്താനായി എന്റെ പ്ലാൻ. അത് മിക്കവാറും വേണ്ടി വരൂല്ല. അതിനു മുമ്പേ എന്റെ മരം വീഴുവടേ. ഏത് മരം വീണാലും കൊള്ളാം, ഈ തവണ അവന്മാരുടെ ഇടപാട് തീർക്കണം കേട്ടോ കുത്ത. എപ്പ തീർത്തെന്ന് ചോദിച്ചാ മതി. അതിരിക്കട്ടെ, എവിടെ നിന്റെ മറ്റേ പാർട്ടി, മറ്റേ മരം കൊത്തിയേ? പ്രാക്ടീസ് ചെയ്യാൻ വിട്ടിരിക്കുവാ. കേട്ടില്ലേ? ടക് 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 ടക്. ഒറ്റ മിനിറ്റിലൊരു മരം വീഴ്ത്തും. അതാ കണക്ക്. എന്താടേ ഒരു ശബ്ദം? വെട്ടാ, ഈ മരത്തിനൊരു ഇളക്കം. അവന്റെ ഒടുക്കത്തൊരു പ്രാക്ടീസ്. വെട്ടാ, നീ വലിച്ചു കെട്ടിയ മരത്തിലായിരുന്നടേ ആ മരം കൊത്തിയുടെ പ്രാക്ടീസ്. അയ്യോ, ഞാൻ ചത്തേ. വെട്ടൻ ചേട്ടോ, കുത്തൻ ചേട്ടോ, പ്രാക്ടീസ് ചെയ്യാനുള്ള മരം കൊത്തിച്ചേട്ടനെ കാണിച്ചു കൊടുത്തത് ആരാ? ഈ അക്കുവും ഇക്കുവും. ഞങ്ങൾ വരട്ടെ. കമാണിക്കു.
പ്രഭു 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 അടുത്ത ആഴ്ച അയൽരാജ്യം നമ്മളെ ആക്രമിക്കുമെന്ന്. ആരവിടെ? കോട്ടയ്ക്ക് ചുറ്റും ഒരു കിടങ്ങുണ്ടാക്കൂ. എന്തിനാ? ശത്രുക്കൾ അകത്തേക്ക് കേറാതിരിക്കാനാ. പക്ഷേ പിന്നെ നമ്മൾ എങ്ങനെ പുറത്തു കിടക്കും? അതും ശരിയാണല്ലോ. ആരവിടെ? കിടങ്ങുണ്ടാക്കും മുമ്പ് എല്ലാവരെയും കോട്ടയ്ക്ക് പുറത്തു കിടത്തൂ. പക്ഷേ എല്ലാവരും പുറത്തു കിടന്നാ പിന്നെ അകത്തെ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആവില്ലേ? ആരവിടെ? കോട്ടയ്ക്കകത്തെ സാധനങ്ങളെല്ലാം ആദ്യം പുറത്തു കിടത്തൂ. പക്ഷേ സാധനങ്ങളൊക്കെ മാറ്റിയാൽ പിന്നെ കോട്ടയ്ക്കകത്ത് എന്തിനാ കെട്ടിടങ്ങൾ? ഗുഡ് ക്വസ്റ്റ്യൻ. ആരവിടെ? സാധനങ്ങൾ മാറ്റി കെട്ടിടമെല്ലാം പൊളിച്ച് ചുറ്റും കിടങ്ങു കുഴിക്കൂ. രാജാ തുഗ്ലക് നീണാൾ വാഴട്ടെ.